ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ. ഗൾഫിൽ ഏതാണ്ട് ഒരു 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകുമാർ. വീട്ടിൽ അമ്മയും പെങ്ങളും അച്ഛനും തനിച്ചാണുള്ളത്. തന്റെ ഭാര്യ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അമ്മായി അച്ഛനോടും അമ്മായി അമ്മയോടും ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രീകുമാറിനെ കൊണ്ട് നിർബന്ധിച്ചാണ് ലക്ഷ്മി ഒരു വീട് റെന്റിന് എടുപ്പിച്ചത്. തന്റെ ഭർത്തൃ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ അവൾക്ക് ആവശ്യത്തിന് പോരായിരുന്നത്രേ. അതുമാത്രമല്ല, പ്രണയവിവാഹമായിരുന്നു ശ്രീകുമാറിന്റെയും ലക്ഷ്മിയുടെയും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പാടെ ശ്രീകുമാർ ഗൾഫിലേക്ക് പോയി. അത്യാവശ്യ കടങ്ങളും മറ്റു ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് എടിപിടിയെന്ന് പോയിരിക്കുന്നേ. ലക്ഷ്മിയുമായി ഒന്നിച്ചു പോകാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവൾക്കെന്തോ ഗൾഫിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അതുമാത്രമല്ല, അവിടെ പോയാൽ ജോലി ചെയ്യേണ്ടി വരും. സ്വതവേ പഠിക്കാനും ജോലി ചെയ്യാനും മടിയുള്ള കൂട്ടത്തിലായിരുന്നു ലക്ഷ്മി. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് അവൾ ശ്രീകുമാറിനോട് പറഞ്ഞ് സമ്മതം വാങ്ങി. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 6 കൊല്ലമായി. ലക്ഷ്മിക്ക് വയസ്സ് 32. ഇതുവരെ കുട്ടികളായിട്ടില്ല. അല്ലെങ്കിലും ഭർത്താവ് ഗൾഫിലായിൽ എങ്ങനെ കുട്ടികളാകുമല്ലേ. ശ്രീകുമാറിന് 35 വയസ്സുണ്ട്. തന്റെ നല്ല പ്രായം അത്രയും ഭാര്യ നാട്ടിലും താൻ ഇവിടെയുമായി പിരിഞ്ഞു കഴിയുന്നതിൽ അയാൾക്ക് വിഷമമുണ്ട്. എങ്കിലും ലക്ഷ്മിയുടെ ഒരേ പിടിവാശിയിലാണ് കുടുംബം ഒരിടത്തും എത്താതെ അക്കരയും ഇക്കരയും ആയിപ്പോയിരിക്കുന്നേ. അമ്മായി അച്ഛനും അമ്മായി അമ്മയോടും ആദ്യമൊക്കെ ലക്ഷ്മി സ്നേഹത്തിലായിരുന്നെങ്കിലും പിന്നീട് അവളുടെ തനിസ്വരൂപം അവൾ പുറത്തെടുത്തു. എത്രയും പെട്ടെന്ന് വീട് മാറണമെന്നും എനിക്ക് ഒറ്റയ്ക്ക് തന്നെ താമസിക്കണമെന്നും അവൾ വാശിയെടുത്തപ്പോൾ കുടുംബം സന്തോഷിച്ച് നിലനിന്നു പോകാൻ ശ്രീകുമാറിന് വേറെ വഴിയുണ്ടായില്ല. അങ്ങനെയാണ് അത്യാഡംബരത്തോടെ കൂടിയുള്ള ആ വില്ല അയാൾ റെന്റിനെടുത്ത്. ഇപ്പോൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയാൾ ഉണ്ടാക്കുന്നതിന്റെ ശമ്പളത്തിന്റെ നേർപകുതി തന്നെ ഈ വീടിന്റെ റെന്റ് അടയ്ക്കാൻ പോണം. ബാക്കി കാര്യങ്ങൾക്കെല്ലാം കൂടെ ബാക്കി പകുതി സാലറി വെച്ചാണ് 2 കുടുംബങ്ങൾ ശ്രീകുമാർ ഓടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി കേൾക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പാണ്. അല്പം തന്നിഷ്ടക്കാരിയാണ് അവൾ. നല്ല പഠിപ്പുമുണ്ട്. എങ്കിലും ജോലിക്ക് പോകാൻ മടി. നമ്മുടെ സിനിമാ നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ തനിപ്പകർപ്പാണ്. പൊക്കം കുറഞ്ഞ് തടിച്ചുരുണ്ട ശരീരപ്രകൃതി, നല്ല വെളുത്ത നിറം, നല്ല പിങ്ക് നിറമാണ് ചുണ്ടിനും കൈവിരലുകൾക്കുമില്ല. ആര് കണ്ടാലും നോക്കിപ്പോവും. ശരിക്കും ഒരു ശ്രീലക്ഷ്മി തന്നെ. അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ടാണ് ശ്രീകുമാർ നോട്ടമിട്ടതും. നല്ല മുട്ടുവരെ നീളമുള്ള തലമുടിയായിരുന്നു ഭംഗി. ഇപ്പോൾ മുടിയൊക്കെ മുറിച്ച് ആളെ തനി ഫ്രീ കത്തിയായി. എങ്കിലും ആ നാടൻ സൗന്ദര്യമായിരുന്നു അവൾക്ക് ഭംഗി കേട്ടോ. മുടി ഇങ്ങനെ കുളിപ്പിന്നലുമായി ചന്ദനവും തേച്ച് ഒരു പൊട്ടും വാലിട്ട് കണ്ണെഴുതിയും കേരള സാരിയുടെ അമ്പലത്തിൽ നിന്ന് ലക്ഷ്മി ഇറങ്ങി വരുമ്പോൾ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോവും നാട്ടിലെ യുവ കോമളന്മാരെല്ലാം. വയസ്സ് 32 ഈ മധ്യവയസ്കയിലേക്ക് കടക്കുമ്പോൾ അവളുടെ സൗന്ദര്യം ഒന്നും കൂടെ ആളെ കത്തിയിട്ടേ ഉള്ളൂ. സ്വർണത്തിന്റെ നിറം പോലെയാണ് ഇടയ്ക്ക് അവൾ പ്രകാശിക്കുന്നത്. തന്റെ ഈ സുന്ദരി ഭാര്യയെ നാട്ടിലിട്ട് പോയിട്ടുള്ളതിന് കുറച്ചൊന്നുമല്ല ശ്രീകുമാറിന് സങ്കടം. ആരെങ്കിലും അവളെ വളയ്ക്കുമോ എന്നും അയാൾക്ക് പേടിയുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കുമെന്നോർത്ത് അയാൾ ആശ്വസിക്കുന്നുണ്ട്. ഈ ഇടയായി ലക്ഷ്മിക്ക് ആഡംബരം കുറച്ച് കൂടുതലാണ്. എന്താണെന്നല്ലേ, അവൾ അത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്നും അല്ലായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ ശ്രീകുമാറിന്റെ കുടുംബത്തിലെ സൗകര്യങ്ങളൊക്കെ കണ്ട് അവൾക്ക് ആഡംബര ഭ്രമം ബാധിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാമുള്ള ആ ക്ലബിലും മെമ്പർഷിപ്പ് എടുത്തു. അത്യാവശ്യം ജാട പാർട്ടികളൊക്കെയാണ് അതിലുള്ളത്. ഭർത്താക്കന്മാർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒക്കെ ഭാര്യമാരുള്ള ആ ക്ലബിൽ തന്റെ ഹുങ്കും തീരെ കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചു പോയി മെമ്പർഷിപ്പ് എടുത്തു ലക്ഷ്മി. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള മേക്കപ്പും സാരിയും ഒക്കെയായി അവർ ഞെട്ടിക്കുമ്പോൾ അവരുടെ ഒപ്പം കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാൻ അവൾ കുറച്ച് പാടുപെടുന്നുണ്ട്. ഓരോ മാസവും തനിക്ക് ചിലവഴിക്കാൻ തരുന്ന തുക പോരെന്നും
ബ്യൂട്ടി പാർലറിൽ പോകണമെന്നുമൊക്കെ അവൾ പറയുമ്പോൾ ശ്രീകുമാർ ഇപ്പോൾ വഴക്ക് പറയും. എന്റെ ലക്ഷ്മി, നീ ഇങ്ങനെ വരവറിയാതെ ചിലവഴിച്ചു തുടങ്ങിയാൽ എങ്ങനെയാ? നിനക്കറിയാമല്ലോ, ഞാൻ ഒരാൾ കൊണ്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോവാത്ത ആ വീടും പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീടും കടന്നു പോകുന്നത്. ഞാനിവിടെ ജീവിക്കുന്നതിന്റെയും ചിലവുകളില്ലേ, അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ. എന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല മോളെ. കഷ്ടപ്പെട്ട് ഇതൊക്കെ ശ്രീകുമാർ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുമ്പോൾ ഏട്ടൻ എന്നോടിപ്പോൾ പഴയ പോലെ ഒരു സ്നേഹവും ഇല്ലെന്നും എന്റെ സൗന്ദര്യത്തിൽ ഏട്ടൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടാമുട്ടി ന്യായം പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് അവളുടെ സ്ഥിരം അടവ്. അയാൾക്കിപ്പോൾ ലക്ഷ്മിയെ കൊണ്ട് വല്ലാത്ത തൊല്ലയായി എന്ന് വേണം പറയാൻ. ഓരോ പ്രാവശ്യവും അവിടുത്തെ ക്ലബിലെ പെണ്ണുങ്ങൾ പുതിയ മോഡൽ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇവൾ അന്ന് വിളിക്കും ശ്രീകുമാറിന്. അങ്ങനത്തെ സാരി, ഇങ്ങനത്തെ സാരി എന്നൊക്കെ പറഞ്ഞ് അയാളെ സ്വൈര്യം കെടുത്തു. ഇങ്ങനെ ഇനി പറഞ്ഞാൽ ശരിയാവില്ല ലക്ഷ്മി. ഒരു കാര്യം ചെയ്യൂ, നീ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് പോയി വല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യ്, ഒരു ജോലി മേടിക്കും. നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ചിലവിന് ആവശ്യത്തിനുള്ളത് നിനക്ക് കിട്ടുമല്ലോ. എനിക്കൊരു കൈ സഹായവുമാവും റെന്റിനും മറ്റും. ഇനി അതേ ഉള്ളു മാർഗം. എന്റെ അടുത്ത് നിന്ന് ഇനി ഒരു ചില്ലി കാശ് കൂടുതൽ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ലക്ഷ്മിക്കാകെ മനപ്രയാസമായി. ഇയാൾ അവിടുന്ന് അയക്കുന്നത് കറക്റ്റ് തുകയാണ്. അതിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങൾക്ക് റെന്റിനുമല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചിലവാക്കാൻ തനിക്കൊരു 10 രൂപ പോലും കിട്ടില്ല. കഷ്ടപ്പെട്ട് ജോലി എങ്ങനെയെങ്കിലും സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ജോലിക്ക് പോകണമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് മടിയുമായി. നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കുകയാണിപ്പോൾ. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഉണ്ടാക്കി, അല്ലെങ്കിൽ ഓൺലൈനായി ഓർഡർ ചെയ്ത് കുറച്ച് അത്യാഡംബരം കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫും ചെയ്ത് ഇങ്ങനെ നടക്കുന്നതിന്റെ സുഖം വേറെ തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് വീട് വൃത്തിയാക്കിക്കാൻ അവളൊരു പുറത്തുനിന്ന് ചേച്ചിയെയും വെപ്പിക്കും. അത് ശ്രീകുമാറിന് അറിയില്ല കേട്ടോ. എന്നാൽ വീടൊക്കെ വൃത്തിയാക്കിയിടാനും വീട്ടിലെ പണിയൊക്കെ ചെയ്യാനും മടിയുള്ള ലക്ഷ്മി അതിനുവേണ്ടിയും പൈസ മുടക്കിച്ച് വേറെ ആളെ നിർത്തിക്കും. ഇതറിഞ്ഞാൽ ശ്രീകുമാർ അവളെ ശരിയാക്കും. പേടിച്ചിട്ട് ലക്ഷ്മി അതൊന്നും പറഞ്ഞിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ട് അവളെ നോക്കാൻ. ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ലെങ്കിലും അവൾക്ക് തനതായി തന്നെയുള്ള ആ ശാലീന സൗന്ദര്യം മതിയല്ലോ എല്ലാവരും നോക്കാൻ. വയസ്സ് 32 എന്ന് പറഞ്ഞാൽ ആ കത്തി നിൽക്കുന്ന പ്രായമല്ലേ. പ്രായഭേദമല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പ്രായമായ വൃദ്ധന്മാർ വരെ തന്നെ കൊതിയോടെ നോക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്കല്പം നയനസുഖം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പുറം വിശാലമായിട്ടുള്ള സാരിയുടെ ബ്ലൗസ് ഇടാനും അല്പം സാരിയുടെ മടക്ക് താഴ്ത്തി കുത്താനുമൊക്കെ അവൾ ശ്രദ്ധിക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രദർശനം കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് അവളുടെ ചെറിയ ഒരു ലീലയാണ്. നാട്ടിൽ ഭർത്താവില്ലാത്ത ഏതൊരു പെണ്ണിനുമുള്ള കുഞ്ഞു കുഞ്ഞു മോഹങ്ങളൊക്കെ അവൾക്കും ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രദർശനമൊക്കെ നടത്തി മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് ലക്ഷ്മി. സ്ഥിരമായി അവൾ ബ്യൂട്ടി പാർലറിൽ പോകാനും അല്ലാതെ ക്ലബിൽ പോകാനുമൊക്കെ ഓട്ടോയ്ക്ക് കാത്തുനിന്ന് മുഷിയുമായിരുന്നു. അങ്ങനെയാണ് സന്തോഷിനെ പരിചയപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഓട്ടോ സ്റ്റാൻഡിൽ ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് സന്തോഷ്. മാഡം, എന്താവശ്യമുണ്ടെങ്കിലും എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. എന്റെ വീട് തൊട്ടടുത്താ, ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത്. സന്തോഷ് നമ്പർ കൊടുത്തപ്പോൾ ലക്ഷ്മിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ എന്നെ വളയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി തന്നെയായത്. അല്ലെങ്കിലും ഇവന്മാർക്കൊക്കെ കുറച്ച് സുന്ദരികളെ കണ്ടാലുള്ള പരിപാടിയാ. ലക്ഷ്മിക്ക് സന്തോഷിന്റെ പ്രത്യക്ഷത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടില്ല. അയാളാണെങ്കിലോ ഒരു കണ്ണുള്ളത് പോലെ തന്നെയാണ് ലക്ഷ്മിയെ നോട്ടമിട്ടിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മിററിലൂടെയുള്ള നോട്ടവും എല്ലാ കാര്യങ്ങളും ചുഴുന്നിട്ടുള്ള ചോദ്യവുമൊക്കെ ലക്ഷ്മിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുമായിരുന്നു. അവളുടെ എല്ലാ ദിവസമുള്ള യാത്രയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇവളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് സന്തോഷിന് ഏതാണ്ട് മനസ്സിലായി. ക്ലബിൽ എത്തുന്നതും അവിടെ നിന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്നതും തുണിക്കടയിലേക്കും പിന്നെ അവിടുന്ന് ഷോപ്പിങ്ങിനുമൊക്കെയായി അവളുടെ ഓരോ ദിവസത്തെ യാത്രയും ഏതാണ്ട് സെയിം തന്നെ ആയിരുന്നു. ആഡംബരത്തിൽ തന്നെയാണ് അപ്പോൾ ഈ പെണ്ണ് ജീവിക്കുന്നത്. സന്തോഷിന് പിടികിട്ടി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പൈസ ഇല്ലാത്തതിന്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഭർത്താവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് സന്തോഷ് അതും മനസ്സിലാക്കിയെടുത്തു. അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പിടികിട്ടിയതുപോലെ ഗൂഢമായി ഒന്ന് ചിരിച്ചു. അങ്ങനെ ഇരിക്കെ
ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാലേ തീരൂ എന്നുള്ള രീതിയിലായി. എന്നാലും ഒരു ജോലിക്ക് പോയാലും 10 15 കയ്യിൽ കിട്ടുമെന്നല്ലാതെ തനിക്ക് അതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്? ഒരു 30,000 കിട്ടിയിരുന്നെങ്കിൽ തന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചേനെ. സ്വന്തമായി ഒരു വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോണം. ഈ മുടിയൊക്കെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഈ ഫ്ലിപ്കാർട്ടിലും മറ്റുമായി കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം വാങ്ങിക്കണം. അതിന് മാസം ഒരു 30,000 കിട്ടിയേ തീരൂ. അങ്ങനെയുള്ള ജോലി ആരാണിപ്പോൾ തരാൻ പോകുന്നത്? ഏത് കമ്പനിയിലായിരിക്കും കിട്ടുക? പത്രത്തിലൊക്കെ അവിടെ അന്വേഷിച്ചിട്ട് അത്യാവശ്യം 15 16 ഒക്കെ കിട്ടുന്ന സാലറിയുള്ള ജോലി മാത്രമേ ഉള്ളൂ. ലക്ഷ്മി നിസ്സഹായയായി. എന്തൊരു കഷ്ടമാണ്. ജോലിക്ക് പോകാൻ മനസ്സിനെ പാകപ്പെടുത്തിയപ്പോൾ ജോലിയും ഇല്ലാത്ത അവസ്ഥ. അന്ന് ക്ലബിലേക്ക് പോകാൻ ലക്ഷ്മിക്ക് തീരെ ഉത്സാഹമില്ലായിരുന്നു. അപ്പോൾ സന്തോഷ് കാര്യമായി തന്നെ ചോദിച്ചു, ആഹാ, ഇന്നെന്ത് പറ്റി മാഡം? ഈ സാരി അല്പം ഡള്ളാണല്ലോ. കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന മഞ്ഞ സാരി സൂപ്പർ ആയിരുന്നു. ലക്ഷ്മി ഇഷ്ടപ്പെടാത്തതുപോലെ അയാളെ നോക്കി. മാഡം ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? അതിന്റെ എല്ലാ ഡൾനെസ്സും മുഖത്തുണ്ട്. നമ്മുടെ പുഷ്പലത മാഡവും ശ്രീകലയും ഒക്കെ മാഡത്തിന് അറിയില്ലേ? അറിയാം. നഗരത്തിലെ പ്രമുഖരായിട്ടുള്ള 2 ബിസിനസ്മാൻമാരുടെ ഭാര്യമാരാണവർ. അവരെ അറിയാത്തവരായി അവിടെ ആരും തന്നെ ഇല്ല. അവരുടെ കാര്യമാ മാഡം ഞാൻ പറഞ്ഞു വന്നത്. അവർ 2 പേരും സ്ഥിരമായി പോകുന്ന ഒരു ബ്യൂട്ടി സലൂൺ ഉണ്ട്. ടൗണിന്റെ അങ്ങേയറ്റത്താ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല കിടിലൻ സർവീസാ മാഡം. നന്നായി തന്നെ അവരെല്ലാം ചെയ്തു തരും. അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മനസ്സ് നിളകി. ഈശ്വര, കയ്യിലാകെ ഇനി ഒരു 7,000 രൂപയുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യാനാ? അവിടെയൊക്കെ നല്ല എക്സ്പെൻസീവ് ആവില്ലേ? അവൾ സന്തോഷിനോട് ചോദിച്ചു. അതിനിപ്പോ എന്താ, മാഡത്തിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ. ഒരു ഫോൺ കോളിനപ്പുറത്തേക്ക് മാഡത്തിന് അക്കൗണ്ടിൽ പൈസ വരും. പിന്നെ എന്ത് പേടിക്കാനാ? മാഡത്തിനെ പോലെ തന്നെയാണ് ശ്രീലത മാഡമൊക്കെ. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്കാകെ മടിയായി. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ പിടികിട്ടി സന്തോഷിന്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നിന്ന് സന്തോഷ് കാര്യങ്ങൾ ചോദിച്ചു. എന്തു പറ്റി മാഡം? പൈസ ഇല്ലാത്തതിന്റെ ദുഃഖമാണോ? ഓ, എന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം. മാഡം സാറിനോട് ഇപ്പോൾ തരുന്നതിനേക്കാൾ ഒരു 10 കൂടുതലയക്കാൻ പറയൂ. ഇന്നത്തെ കാലത്ത് ചിലവല്ലേ മാഡം? നിങ്ങളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കണമെങ്കിൽ പോലും എന്തെല്ലാം ചിലവുകളാണ്. സന്തോഷ് ഇങ്ങനെ അവളുടെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ച് മൂപ്പിച്ചുകൊണ്ടേയിരുന്നു. ശ്രീലത മാഡമൊക്കെ സാരി എടുക്കുന്നത് മറ്റേ ഫേമസ് ബ്യൂട്ടിക്കിൽ നിന്നാണ്. മാഡം അവിടുന്ന് ഒരു സാരി വാങ്ങിക്കണം കേട്ടോ. മാഡത്തിന് അവിടുത്തെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറായി ചേരും. എന്തൊക്കെ പറഞ്ഞാലും മറ്റു പെണ്ണുങ്ങളൊക്കെ ഫുൾ മേക്കപ്പാ. മാഡത്തിനെ പോലെ നല്ല സൗന്ദര്യം ജന്മനായുള്ളവരൊക്കെ അക്കൂട്ടത്തിലില്ല. അപ്പോൾ മാഡം ഒന്ന് അണിഞ്ഞൊരുങ്ങി നിന്നാൽ എങ്ങനെയുണ്ടാകും? സത്യം പറഞ്ഞാൽ ഈ സുന്ദരിയെ മാഡത്തിനെ ഇവിടെ ഇട്ടിട്ട് ഗൾഫിൽ പോയി കിടക്കുന്ന ഭർത്താവ് മണ്ടനാണെന്ന് ഞാൻ പറയും. അങ്ങനെ സന്തോഷിന്റെ ഓരോ ഡയലോഗുകളൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ വല്ലാതെ സുഖിച്ചു തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മിക്ക്. അവൾക്ക് അയാളോട് മാനസികമായി ഇപ്പോൾ ഒരു പരിചയം അടുപ്പവും വന്നതുപോലെ. ഭർത്താവിനോട് ലക്ഷ്മിക്ക് പുച്ഛം തോന്നി. അല്ലെങ്കിലും ഏട്ടന് എന്റെ സൗന്ദര്യം നോക്കാൻ ഒരു ശ്രദ്ധയുമില്ല. ഒന്നുമില്ലെങ്കിലും എന്നെ 3-4 ദിവസത്തേക്ക് ഓരോ ട്രിപ്പിന് ഓട്ടത്തിന് വന്ന ഈ ഓട്ടോക്കാരൻ വരെ ശ്രദ്ധിച്ചു തുടങ്ങി. ഭർത്താവിന് വേണ്ടെങ്കിലും നാട്ടുകാർക്ക് എന്നെ വേണം, അവൾ മനസ്സിലോർത്തു. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സന്തോഷിനോട് അതൊന്നും പറഞ്ഞില്ല. സാരമില്ല സന്തോഷ്, നമുക്ക് അടുത്ത ആഴ്ച പോവാട്ടോ, ആ ബ്യൂട്ടി പാർലറിലും. പിന്നെ സന്തോഷ് പറഞ്ഞു ആ തുണിക്കടയിലും പോയി ഡ്രസ്സും പർച്ചേസ് ചെയ്യണം. ഓ പിന്നെന്താ മാഡം, പോവാലോ. അവളുടെ മനസ്സിൽ അന്ന് വണ്ടി ഇറങ്ങി വീട്ടിലേക്ക് പോയിട്ടും സന്തോഷ് തന്നെയായിരുന്നു മനസ്സിൽ. അത്ര പ്രായമൊന്നുമില്ല. ശ്രീയേട്ടനേക്കാൾ ഒരു 5 വയസ്സ് മൂപ്പ് കാണും. കുറഞ്ഞതൊരു 40 വയസ്സ്. 40 വയസ്സും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള മാന്യനായ ഒരു ഓട്ടോക്കാരൻ. അയാൾ എന്തിനായിരിക്കും തന്റെ അടുത്ത് ഈ അത്രയധികം പരിചയം കാണിക്കുന്നത്? കണ്ടിട്ട് തന്നെ വളയ്ക്കാനുള്ള ഒരു സെറ്റപ്പാണെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അതുമല്ല എന്ന് അവൾ വിചാരിക്കാറുണ്ട്. കാരണം അയാൾ തന്നെ കണ്ണുകൊണ്ട് ചൂഴ്ന്നു തിന്നാറൊന്നുമില്ല. ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള നോട്ടവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ സംസാരം മാത്രമാണ് വെറുപ്പിക്കുന്നത്. അയാളുടെ മനസ്സിൽ എന്തായിരിക്കും? ലക്ഷ്മിക്ക് സംശയമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലബിലേക്ക് പോകാൻ വീണ്ടും അവൾ സന്തോഷിനെ തന്നെയാണ് വിളിച്ചത്.
സന്തോഷത്തോടെ തന്നെ അയാൾ വണ്ടിയുമായി വന്നു. വരൂ മാഡം, ഇന്നത്തെ ഈ സാരി കൊള്ളാം. ഈ ആകാശനീല മാഡത്തിന് നന്നായി ചേരുന്നുണ്ട്. അയാളുടെ പുകഴ്ത്തലിൽ ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. മാഡത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയോ? അതെങ്ങനെ മാറാനാ? എന്റെ ഭർത്താവിന് അയാളുടെ കുടുംബക്കാരെ വിട്ടിട്ട് വേറെ പണിയൊന്നുമില്ല. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ ഫണ്ട് മുഴുവൻ പോകുന്നത്. അവിടെ നിന്ന് എന്റെ അമ്മായിയമ്മയും അമ്മായിച്ചനും പറ്റുന്ന അത്രേ ഊറ്റാറുണ്ട്. ഭർത്താവ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതില് ഭാര്യയ്ക്കൊരു പങ്ക്, വളരെ ചെറിയൊരു പങ്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അവരൊക്കെ എടുത്തതിന്റെ ബാക്കി വരുന്ന മിച്ചം തുക. അതാണിപ്പോ എന്റെ അവസ്ഥ. സങ്കടത്തോടെ ലക്ഷ്മി പറഞ്ഞു. മാഡത്തിന് എന്തെങ്കിലും ജോലി നോക്കായിരുന്നില്ലേ? എന്റെ സന്തോഷേ, അതിന് ഈ നാട്ടിൻപുറത്ത് എന്ത് ജോലി കിട്ടാനാ? ഞാൻ അന്വേഷിച്ചിട്ട് 15,000 രൂപ വരെയൊക്കെ സാലറി ഉള്ളൂ. ഓ, മാഡത്തിനൊരു കാര്യം അറിയാമോ? 15,000 രൂപ കൊണ്ടൊന്നും മാഡത്തിന് ആ ക്ലബിലെ പെണ്ണുങ്ങളുമായി മുട്ടി നിൽക്കാൻ പറ്റില്ലാട്ടോ. കുറഞ്ഞത് ഒരു 30,000 മാസം വരുമാനം വേണം. ആഹാ, ഞാൻ മനസ്സിൽ കണ്ടത് സന്തോഷം എങ്ങനെ കണ്ടുപിടിച്ചു? ഞാനും പ്ലാൻ ചെയ്യുന്നത് ഒരു 30,000 രൂപ സാലറിയുള്ള ജോലി തന്നെ ആയിരുന്നു. മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഞാനൊരു ജോലി പറയട്ടെ? ആ, പിന്നെന്താ, പറഞ്ഞോളൂ. മാഡം തെറ്റിദ്ധരിക്കരുത്, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. എന്താ, തുറന്നു പറയൂ സന്തോഷ്. അപ്പോഴേക്കും സന്തോഷ് വണ്ടി ഒതുക്കി. അയാൾ വണ്ടി ഒതുക്കിയപ്പോഴേക്കും അവൾക്കൊരു പന്തികേട് തോന്നി. ലക്ഷ്മി സീരിയസ് ആയി തന്നെ കാര്യം ചോദിച്ചു. സന്തോഷ് പറഞ്ഞു, മാഡം, നമ്മുടെ ശ്രീലത മാഡവും ജയശ്രീ മാഡം, അങ്ങനെ മാഡത്തിന് ക്ലബിലുള്ള അത്യാവശ്യം നല്ല പത്രാസിൽ ജീവിക്കുന്ന ആ മാഡംസ് എല്ലാവരും ചെയ്യുന്ന ജോലി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം സേഫ് അല്ലാത്തത് കൊണ്ട് പുറത്താണ് ജോലി. 1-2 മണിക്കൂർ പുറത്തുനിന്ന് ആള് വരും. മാസം 30,000 അല്ല 40,000 വരെ സമ്പാദിക്കാം. അയാളുടെ സംസാരം കേട്ടപ്പോൾ ലക്ഷ്മി ആകെ പകച്ചുപോയി. താൻ എന്ത് തോന്നിയാസാടോ പറയുന്നത്? എന്നെ പറ്റി താൻ അങ്ങനെ വിചാരിച്ചോ? അവളുടെ സൗണ്ട് പൊങ്ങിയപ്പോൾ സന്തോഷ് ചിരിച്ചു. മാഡം എന്തിനാ ഇമോഷണലായി ചിന്തിക്കുന്നത്? മാഡം, ഞാൻ പറയുന്നത് ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. മാഡത്തിന് വേറെ രീതിയിലുള്ള ഉദ്ദേശമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള മുതലെടുപ്പ് വേറെ ആരും ഉദ്ദേശിക്കുന്നുമില്ല. മാഡത്തിന് പൈസ വേണം, ബാക്കിയുള്ളവർക്ക് മറ്റു പല കാര്യങ്ങളും. മാഡം ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പൈസ നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നാട്ടിൽ പുതിയ കാര്യമാണെന്നൊന്നും മാഡം വിചാരിക്കണ്ട കേട്ടോ. ഇതിലും പ്രായമുള്ള 50-40 വയസ്സുള്ള ആ ശ്രീലത മാഡമൊക്കെ ഈ പരിപാടിക്ക് പോകുന്നുണ്ട് സ്ഥിരമായി. അവർ തന്നെ മാസം 40,000 ഉണ്ടാക്കുന്നു. മാഡത്തിന് വെറും 30-32 വയസ്സല്ലേ ഉണ്ടാവുകയുള്ളൂ. ഈ പ്രായത്തിൽ അവരുടെയൊക്കെ ഇരട്ടി ഉണ്ടാക്കാം, തീർച്ചയായിട്ടും. പിന്നെ ഭർത്താവിനെ ചതിക്കുകയാണെന്നുള്ള പേടിയൊന്നും വേണ്ട. അയാൾ പൈസ അയച്ചു തന്നിരുന്നെങ്കിൽ മാഡത്തിന് ഇതുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. സന്തോഷിന്റെ വാക്ചാതുരി ഭയങ്കരമായിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ മനസ്സിനെ അയാൾ മാറ്റിമറിച്ചു. താനപ്പോൾ ഈ തൊഴിലിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനെ പറ്റി അവൾ ചിന്തിച്ചു തുടങ്ങി. അവിടെ അയാൾ നല്ല രീതിയിൽ തന്നെ അവളെ ബ്രെയിൻ വാഷും ചെയ്തു. മാഡം, എനിക്ക് സ്ഥലം നല്ല രീതിയിൽ അറിയാം. അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അത് ശരി, അപ്പോൾ ഇതായിരുന്നല്ലേ ഇവളിന്റെ മനസ്സിലിരിപ്പ്? ലക്ഷ്മി മനസ്സിലോർത്തു. പിന്നെ ഞാൻ ഇതിന്റെ ബ്രോക്കറോ എനിക്ക് കമ്മീഷനോ ഒന്നും വേണ്ട. മാഡം, എന്നെ അങ്ങനെയൊന്നും കാണരുത്. മാഡത്തിന് പറ്റിയ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം. മാഡം അവിടെ പോയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ആള് വരും. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ഡീൽ ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലുള്ളവരല്ല കേട്ടോ. ഒരു 20 കിലോമീറ്റർ എങ്കിലും ദൂരെ നിന്നുള്ളവരെ കൊണ്ടുവരികയുള്ളൂ. പിന്നീട് ഭാവിയിൽ യാതൊരു ശല്യവും അവരെ കൊണ്ടുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ അവര് പോകും. കാര്യങ്ങളെല്ലാം സേഫാണ്. മാഡം പറയുന്ന പൈസയും വാങ്ങിച്ചു തരാം. എന്താ, ഓക്കെ ആണോ? മനസ്സില്ലാ മനസ്സോടെ സന്തോഷിന്റെ മുഖത്തേക്ക് അവൾ നോക്കി. സന്തോഷ് ഈ സമയം അവളോട് സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു. മാഡം, ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സ്ത്രീയാണ്. പല പല ആഗ്രഹങ്ങളും തോന്നാവുന്നത് സ്വാഭാവികം. മാഡത്തിന് വളരെ ചെറുപ്പവുമാണ്. ഈ സമയം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് ജീവിതം എൻജോയ് ചെയ്യേണ്ടത്? മാസം ഒരു 60,000 രൂപ കിട്ടിയാൽ മാഡത്തിന് എന്താ പൊളിക്കുമോ? അതില്ല, അവൾ പറഞ്ഞു. ഇപ്പോൾ ഉടുക്കുന്ന ഈ സാരിയൊന്നുമല്ല, നല്ല ഒന്നാന്തരം ബനാറസും കാഞ്ചീപുരം പട്ടുസാരിയും തന്നെ ഉടുത്ത് ക്ലബിൽ പോവാം. പിന്നെ ഞാൻ പറഞ്ഞ ബ്യൂട്ടി സലൂൺ മാത്രമല്ല, വേണം കയറാത്തൊരു സലൂൺ പോലും പിന്നീട് ഈ ടൗണിൽ ഉണ്ടാവില്ല. അതൊക്കെ കേട്ടപ്പോൾ
കോരി തരിച്ചുപോയി ലക്ഷ്മിക്ക്. ഭർത്താവിനോട് അവൾക്ക് പുച്ഛം തോന്നി. ഭാര്യയുടെ അത്യാവശ്യത്തിന് വേണ്ടുന്ന പൈസയുടെ ആഗ്രഹം പോലും നടത്തി കൊടുക്കാത്ത ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഈ വഴി ചിലപ്പോൾ സ്വീകരിച്ചേക്കും. അവൾ സ്വന്തം മനസ്സിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് സന്തോഷ് ആ സമയത്തേക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നു. അയാൾ കാര്യം മനസ്സിലായതുപോലെ സംസാരിച്ചു. എനിക്കറിയാം മാഡം, പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം സമയം ചിലവഴിക്കാൻ മടിയുണ്ടാകും. അതല്ലേ മാഡത്തിന്റെ ടെൻഷൻ. ഇയാൾ കൊള്ളാമല്ലോ. ഇയാൾ എങ്ങനെയാണ് എന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് വായിച്ചെടുക്കുന്നത്? ഈയിടെയായി സ്ഥിരമായി സന്തോഷിനോട് സംസാരിക്കുന്നത് കൊണ്ട് അല്പസ്വല്പം താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മിക്ക് അയാളോട്. സുമുഖനായ ആ മധ്യവയസ്കൻ, ഇരുനിറം, നല്ല ഉറച്ച ശരീരവും കട്ടിമീശയും. ലക്ഷ്മിയെ കണ്ടാൽ അയാൾക്കുമായി നല്ല വ്യത്യാസം തോന്നിക്കും, പ്രായത്തിലും സൗന്ദര്യത്തിലും. പക്ഷെ ആൾ നല്ല സ്മാർട്ടാണ്, നല്ല വെടിപ്പുള്ള സംസാരവും. സന്തോഷ് പറഞ്ഞു, മാഡം ആദ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത. പിന്നീട് മാഡത്തിന്റെ സർവീസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ അവർ സ്ഥിരം കസ്റ്റമർ ആകും. അങ്ങനെ പരിചയം പുതുക്കാമല്ലോ. അതുമാത്രമല്ല, ഏറ്റവും ആദ്യം വേണമെങ്കിൽ കൈനീട്ടമായി ഞാൻ തന്നെ ആദ്യ കസ്റ്റമർ ആവാം. അയാൾ ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. എങ്കിലും ആ ചിരി അവൾക്കപ്പോൾ വല്ലാത്തൊരു കോരിത്തരിപ്പാണ് ഉണ്ടാക്കിയത്. കൊതിയോടെ സന്തോഷ് അവളെ മിററിലൂടെ നോക്കുമ്പോൾ നാണം കൊണ്ട് ചുവന്നുപോയി ലക്ഷ്മിയുടെ മുഖം. മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ. കൈനീട്ടം തന്ന് മാഡത്തിന്റെ ആദ്യത്തെ കസ്റ്റമർ ഞാൻ തന്നെ ആയാലോ? സന്തോഷ് എന്തൊക്കെയാ പറയുന്നേ? നാണത്തോട് ലക്ഷ്മി അത് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും ക്ലബിന് മുമ്പിൽ എത്തിയിരുന്നു. എന്നാൽ ശരി മാഡം, ഇന്ന് രാത്രി ഞാൻ മെസ്സേജ് അയക്കാട്ടോ. എന്തർത്ഥത്തിലാണ് സന്തോഷ് അങ്ങനെ പറഞ്ഞതെന്ന് ലക്ഷ്മിക്ക് അപ്പോൾ മനസ്സിലായില്ല. എങ്കിലും അവൾ നാണത്തോടെ ഒന്ന് തലകുലുക്കുക മാത്രം ചെയ്തു. ഏതാണ്ട് അവൾ വളഞ്ഞു എന്ന മട്ടിലാണ് സന്തോഷത്തോടെ സന്തോഷ് പോയത്. ലക്ഷ്മിക്കും എന്തോ ഒരു നാണമായിരുന്നു. തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ചെറിയ പ്രായം തിരിച്ചു കിട്ടിയതുപോലെയുള്ളൊരു ഉത്സാഹം ലക്ഷ്മിക്ക് വന്നു. ഭർത്താവെന്ന് വിളിക്കുമ്പോൾ കോൾ എടുക്കാനൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ 2 ദിവസത്തിനുള്ളിൽ സന്തോഷമായി ഒന്നിച്ച് കാണാമെന്നും ഫസ്റ്റ് ഡീലിങ്സ് ഉറപ്പിക്കാമെന്നും അവൾ തീരുമാനിച്ചു. അങ്ങനെ നല്ല ഒന്നാന്തരം കുടുംബസ്ഥയായിരുന്ന ലക്ഷ്മി ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലക്ഷ്മി വേറെ രീതിയിലേക്ക് പോവുകയാണ്. അവൾ നല്ല ഒന്നാന്തര സർവീസ് തന്നെയാണ് കൊടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അവളുടെ സർവീസിൽ ഇഷ്ടപ്പെട്ട് ധാരാളം കസ്റ്റമേഴ്സ് ഇപ്പോ ലക്ഷ്മിക്ക് ക്യൂ ആണ്. ഭർത്താവട്ടെ ഇതൊന്നും അറിയാതെ തന്റെ ഭാര്യ പതിവ്രതയായി തന്നെ മാത്രം മനസ്സിലോർത്തിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. തന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അറിയാതെ അവൾ ഈ ബിസിനസ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മിയെ പറ്റി പറഞ്ഞാൽ നാട്ടിലുള്ളവർക്കൊക്കെ 100 നാവാണ്. എല്ലാവർക്കും അവളുടെ ആ ശരീരം വർണ്ണിക്കാൻ മാത്രമേ സമയമുള്ളൂ. വർണ്ണന മാത്രമല്ല, അന്യായമായിട്ടുള്ള അവളുടെ പെർഫോമൻസും സമ്മതിച്ചു കൊടുക്കണമെന്ന് വേണം എല്ലാവരും പറയാൻ. ലക്ഷ്മി ഇപ്പോൾ നന്നായി സമ്പാദിക്കുന്നുണ്ട്. മാസം 40,000 50,000 ഒക്കെ അവൾക്കിപ്പോൾ പുഷ്പം പോലെ ആവുന്നുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ അത്യാഡംബരപൂർവമായ ഒരു അടിച്ചുപൊളി ജീവിതം തന്നെയാണ് ഇപ്പോൾ നയിക്കുന്നത്. നമ്മുടെ ഈ ലക്ഷ്മിയുടെ സന്തോഷ് എന്ന ഓട്ടോ ഡ്രൈവറിന്റെയും ആദ്യം ഒന്നിച്ചുള്ള മുഹൂർത്തം നിങ്ങൾക്ക് കേൾക്കാൻ കൊതിയായോ? സന്തോഷിന്റെ ആ കൈനീട്ടമാണ് ലക്ഷ്മിയുടെ എല്ലാ വളർച്ചയ്ക്കും സഹായിച്ചത് കേട്ടോ. സന്തോഷമായിട്ടുള്ള ആ അടിപൊളി മുഹൂർത്തം നിങ്ങൾക്ക് ഫുൾ ഓപ്പണായി കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ ജോയിൻ ചെയ്തോളൂ. ആദ്യത്തെ ചമ്മലും പെടപ്പുമെല്ലാം ലക്ഷ്മിക്കുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി എങ്ങനെയാണ് സർവീസ് കൊടുക്കേണ്ടതെന്ന് സന്തോഷ് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ആ അടിപൊളി കഥ ടെലിഗ്രാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അടുത്ത ദിവസം സൂപ്പർ സ്റ്റോറിയുമായിട്ട് ഞാൻ വരാട്ടോ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ ഡിയേഴ്സ്.